വൈകിട്ട് വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം എന്ന് പറയുന്നത് തേജുവിനുള്ളതാട്ടോ. അതായത് അവന്റെ കൂടെ പഠിക്കാനും തല്ലൂടാനും ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിത്തേക്ക് എന്താ വെച്ചാൽ ഫുഡ് അത് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ചപ്പാത്തി മുട്ടക്കറിയാണ്, മുട്ടക്കറിക്കുള്ളതാണ് കേട്ടോ എല്ലാം അരിഞ്ഞിട്ട് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കണത്. അതിന്റെ ഇടയ്ക്ക് ഇതേ വിൻഷേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പൊ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇത് ഞങ്ങളിൽ വന്നിട്ട് ഗേറ്റ് അടയ്ക്കാൻ പോയേക്കാട്ടോ. അപ്പൊ ഇന്ന് എന്തോ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വിൻഷേട്ടന്റെ ഈ ഒരു ബാഗ് തേജുവിന് തന്നെ ഇട്ടിട്ട് അവിടെ ടേബിളിന്റെ മുകളിൽ കൊണ്ടുവച്ചാലേ അവന് സമാധാനം ആവുള്ളൂ കേട്ടോ. കാരണം ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ല, ലാപ്പ് മാത്രം വെക്കണം. ായതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുക. എന്റെ പേടി ഇത് നിലത്തെങ്ങാനും ഇടുമെന്ന് മാത്രമാണ് കേട്ടോ. അപ്പൊ ഇന്ന് കൊടുത്തിട്ടുള്ളത് തേജുവിന് ബൺമസ്കി ആയിരുന്നു. പിന്നെ എന്തോ നമ്മുടെ കൊക്കുവാടല്ലേ, നമ്മളിതിനെ കൊക്കുവാട എന്നാണ് പറയുക. ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചില്ല അത് കേട്ടോ. പിന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുടെ കാര്യം ഓർത്തത് കേട്ടോ. അപ്പൊ അതേ മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, മുട്ടക്കറിക്കുള്ള ഗ്രേവിയും റെഡിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് സ്റ്റെപ്പ്. അപ്പൊ ഇത് നമ്മുടെ തേജുവിന്റെ പുതിയ സ്റ്റെപ്പാണ് കേട്ടോ. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് പുളി ഉറുമിനെ എടുത്തിട്ട് ഡ്രസ്സിന്റെ ഉള്ളിൽ ഇട്ടാൽ മതി. സ്റ്റെപ്പൊക്കെ തന്നെ അങ്ങോട്ട് വന്നോളും. ദയവായി ഞാൻ പറഞ്ഞിട്ട് ആരും ഇത് പരിശീലിക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വേഗം അത് പ്ലേറ്റിലേക്കൊക്കെ മാറ്റി പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനായിട്ട് നോക്കണത്. അങ്ങനെ ചപ്പാത്തി മുട്ടക്കറിയും പിന്നെ എനിക്കും വിൻഷേട്ടനും കുറച്ച് കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിൻഷേട്ടന് നല്ല തൊണ്ടവേനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വെച്ചതാണ്. അപ്പൊ പിന്നെ എനിക്കായിട്ട് കുറയ്ക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് ഞാനും കുടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി ഇരുന്നിട്ട് ഇതേ കഴിക്കുകയാണ്. 3 ആളല്ല 2 ആൾ കേട്ടോ. ഞാനും വിൻഷേട്ടനും ടേബിളും ഇരുന്നുള്ളൂ. തേജു ഇതേ TV കണ്ടിട്ടാട്ടോ കഴിക്കണം. പിന്നെ മാവ് അരയ്ക്കാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഡ്ഡലി ദോശ മാവിനുള്ള അരി ഇട്ട കണക്ക് കിട്ടും. ഇനി അത് അരക്കലാണ് പണി രാത്രി കേട്ടോ. അപ്പൊ അത് നന്നായി കഴുകി വെള്ളം നന്നായി വാർത്തിട്ട് അരച്ചെടുക്കുക ചെയ്യണത്. അപ്പൊ നമ്മൾ അരി കുറച്ച് കൂടുതൽ ഇട്ടുകൊണ്ട് തന്നെ പച്ചരി 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കേണ്ടി വരും കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ ഉഴുന്നും എല്ലാം സെപ്പറേറ്റ് ഇട്ടായിട്ട് അരയ്ക്കണത്. ഉഴുന്നൊക്കെ നന്നായി അരച്ചെടുക്കണം കേട്ടോ. അതായത് ആദ്യം പച്ചരി അരച്ചെടുക്കുക, അതിനുശേഷം ഉഴുന്ന് അരച്ചെടുക്കുക, പിന്നെ അതിനുശേഷമാണ് നമ്മൾ കുറച്ച് ചോറ് ഇട്ട് ഞാൻ ഒരു 2 കൈയിലോളം ചോറൊക്കെ എടുക്കുന്നുണ്ട്. അതും അരച്ചിട്ട് നന്നായി മിക്സ് ആക്കണം കേട്ടോ. ഞാൻ ഉപ്പ് ഇടില്ല, ഉപ്പ് പിറ്റേന്ന് ഉണ്ടാക്കണ നേരത്തെ ഇടുള്ളൂ. ഇതുപോലെ കുറച്ച് നേരം നന്നായി ഇളക്കി മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാൻ പാടും. ഒന്നെങ്കിൽ കൈ കൊണ്ട് ഇളക്കാം, അല്ലെങ്കിൽ കൈയിലോണ്ട് ഇളക്കാം കേട്ടോ. ഞാനിവിടെ കൈ കൊണ്ടാണ് ഇളക്കാറ്. പിന്നെ തേജും മിൻഷേട്ടനും കൂടിയിട്ട് ഇത് എനിക്ക് തുണക്കി നിൽക്കുകയാണ്. പക്ഷെ അവർ കളിച്ചുകൊണ്ടാണ് എനിക്ക് തുണക്കി നിൽക്കുന്നത്. എനിക്ക് രാത്രി നേരത്തെ ഇവിടെ നിൽക്കാൻ പേടിയാണല്ലോ. അതിനുശേഷം ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. എപ്പം മാവ് അരച്ചാലും എനിക്ക് ഏറ്റവും വലിയ പണിയാണ് ഈ തുടക്കല്. കാരണം മാവ് അത്യാവശ്യം തെറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോവാറുണ്ട്. അത് വെച്ചാൽ കുറേ നേരം നമ്മൾ അരയ്ക്കൂല, അങ്ങനെ ഓഫാക്കണം ഓണാക്കണം. അതുകൊണ്ട് തന്നെ മാവൊക്കെ കുറച്ച് നേരം പരക്കാറുണ്ട്. അപ്പൊ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ കുറച്ചധികം പാത്രങ്ങൾ കഴുകാണ്ടാവും. ഒന്നാമത് മാവൊക്കെ അരയ്ക്കുമ്പോൾ അത്യാവശ്യം പാത്രം പരക്കൂലോ. പിന്നെ നമ്മൾ കഴിച്ച ഫുഡിന്റെ പാത്രമില്ലേ, അതും കഴുകാണ്ടായിരുന്നു. അങ്ങനെ എല്ലാം തുടച്ച് നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിട്ടോ. ഈ ക്ലീൻ ആക്കി ഇടുന്നതിന്റെ വൃത്തി നമുക്ക് ഇപ്പൊ കിട്ടില്ല കേട്ടോ. രാവിലെ എണീച്ച് കിച്ചണിൽ കയറുമ്പോഴാണ് ആ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനും മിൻഷേട്ടനും തേജും കൂടിയിട്ട് കുറച്ചേരം TV കാണും, കുറച്ചേരം വർത്താനം പറയും കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.